നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവവചനം നമുക്ക് നൽകുന്ന ആലോചനയാണ് മറ്റുള്ളവരെക്കുറിച്ച് കരുതലും ശ്രദ്ധയും ഉള്ളവരായിരിക്കണം എന്നത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു, നീതിമാന്മാരെയും നീതികെട്ടവരെയും അവൻ സ്നേഹിച്ചു. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിച്ചു. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിച്ചു. മത്തായി 5:45. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിന് നൽകിയത് എല്ലാവരോടുമുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രകടമായ തെളിവാണ്. അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ നാമും എല്ലാവരെയും സ്നേഹിക്കണം. നെബൂഖദ്നേസർ രാജാവിനാൽ ബാബിലോണിലേക്ക് ബദ്ധരാക്കി കൊണ്ടുപോയവർക്ക് വേണ്ടി എഴുതിയ ഒരു കത്താണ് യിരെമ്യാവ് 29-ാം അധ്യായം. കനാൻ നാട് ഒഴികെ മറ്റെല്ലായിടവും അശുദ്ധം എന്ന് കരുതിയ ദൈവജനത്തെ പ്രവാസ ജീവിതം ദുഃഖിപ്പിച്ചു. യെരുശലേമിൽ മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ പാടുള്ളൂ എന്ന് ചിന്തിച്ച ദൈവജനത്തിന് ബാബിലോണിൽ പാട്ടുപാടി സന്തോഷിപ്പാൻ കഴിഞ്ഞില്ല. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? സങ്കീർത്തനം 137:4. ഈ വിധത്തിൽ ചിന്തിച്ച പ്രവാസികളോട് പ്രവാചകൻ പറയുന്നത്, നിങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാവും. യിരെമ്യാവ് 29:7. പ്രവാചകൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ബാബിലോണിലാണ്. യെരുശലേമിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചിരുന്നുവോ അതുപോലെ തന്നെ ബാബിലോണിലും ജീവിക്കണം. ആ രാജ്യത്തിന് നന്മയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കും നന്മയുണ്ടാവൂ. നാം ഏത് ദേശത്തായിരുന്നാലും ആ ദേശത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്ന പ്രവാചകൻ പറയുന്നത്. കർത്താവ് പഠിപ്പിച്ചത് ഇതുതന്നെയാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മത്തായി 5:44. വളരെ ചിന്തനീയമായ ഒരു ഉപദേശമാണ് ഇത്. ക്രിസ്ത്യാനികളിൽ ഒരു നല്ല പങ്കും തങ്ങളുടെ മാത്രം ആത്മരക്ഷയെ കരുതി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരെല്ലാം അവിശ്വാസികൾ ആണെന്നും അവരുമായി ഒരു ബന്ധവും പാടില്ല എന്നും ചിന്തിക്കുന്ന വിശ്വാസികൾ ഉണ്ട്. അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന് 2 കൊരിന്ത്യർ 6:14 പറയുന്നു എന്ന ഇതിന് കാരണമായി അവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വിവിധ മത ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരോടുള്ള നമ്മളുടെ മനോഭാവം എന്താണ് എന്ന് ചിന്തിച്ച് മതിയാകും. ദേശത്തിന് നന്മ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാകയാൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് പലരും പറയുന്നത്. എന്നാൽ ഒരു ക്രിസ്ത്യാനി ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവനാണ്. ദേശത്തിനു വേണ്ടിയും ഭരണാധികാരികൾക്ക് വേണ്ടിയും നിരന്തരം മധ്യസ്ഥത ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. BC 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യിരെമ്യാ പ്രവാചകൻ്റെ വിശാല വീക്ഷണം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും ഉണ്ടാവണം. അതായത് നാം ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനായി പ്രാർത്ഥിക്കണം. പൗലോസിൻ്റെ വാക്കുകളും പ്രസക്തമാണ്. സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുൻപേ പ്രബോധിപ്പിക്കുന്നു. 1 തിമോഥെയോസ് 2:1-2 ക്രിസ്ത്യാനികൾക്ക് പ്രവർത്തിപ്പാൻ അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന കാലത്താണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞത്. അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അധികാരികളിൽ നിന്ന് വളരെയധികം പീഡനമാണ് അവർ അനുഭവിക്കേണ്ടി വന്നത്.
അനേക രക്തസാക്ഷികളായി. ഈ ഒരു സാഹചര്യത്തിലും പൗലോസ് പറയുന്നത് സകല അധികാരസ്ഥന്മാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം എന്നാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. 1 തിമോഥെയോസ് 2:2-3 വാക്യങ്ങൾ. റോമർ 13:1 പറയുന്നത് അധികാരങ്ങളെല്ലാം തന്നെ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അധികാരങ്ങൾക്ക് കീഴടങ്ങി അവരെ ബഹുമാനിപ്പാൻ നാം തയ്യാറാകണം. ഭരണാധികാരികൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാകിയാൽ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്താതെ കറപുരളാത്ത ജീവിതത്തിന് ഉടമകളായി ജനനന്മയ്ക്കായി നല്ല ഭരണം കാഴ്ചവെക്കുവാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കണം. സാധുക്കളുടെയും നിരാശരുടെയും ആവശ്യങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ട് നീതിപൂർവമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ ഭരണാധികാരികൾക്ക് കഴിയണം. ശക്തി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ബലഹീനർ തള്ളപ്പെടാതിരിക്കാനും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടാതിരിക്കാനും നാം പ്രാർത്ഥിക്കണം. അതോടൊപ്പം ദൈവം നമുക്ക് തന്നിട്ടുള്ളവയെ പങ്കുവെക്കുകയും ബലഹീനന്മാർക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും വേണം. പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചു ചേരുമ്പോഴാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. കർത്താവെ, ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും ബലഹീനർക്ക് വേണ്ടിയും നിരന്തരം പ്രാർത്ഥിപ്പാനുള്ള കൃപ എനിക്കും തരണമേ. ആമേൻ. എത്രയോ പ്രാവശ്യമെൻ പ്രാണൻ പോരമായിരുന്നു, മിഴികൾ നിറഞ്ഞൊഴുകി